ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്തൂസിയാസ്റ്റിക് മെഡിക്കോ. കുറേ പേര് ചോദിക്കുന്ന കാര്യമാണ്, ചേട്ടാ ഹോസ്റ്റൽ റൂം ഒന്ന് കാണിച്ചു തരാമോ, ഹോസ്റ്റൽ റൂം ടൂർ ഒന്ന് ചെയ്യാമോ എന്ന്. അപ്പോൾ ഞാൻ കരുതി ഇന്ന് ഹോസ്റ്റൽ റൂം ഒന്ന് കാണിക്കാമെന്ന് കരുതി. അപ്പോൾ പറഞ്ഞു പഠിപ്പിക്കുന്നില്ല, പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ നമുക്ക് റൂമിൻ്റെ പുറത്തുനിന്ന് തന്നെ തുടങ്ങാം. ഇവിടെ ആയിട്ടൊരു ജനലിൻ്റെ ഒരു ഗ്രില്ലുണ്ട്. അതിൻ്റെ ഞാൻ കുപ്പി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതായത് ഈ പച്ചക്കുപ്പിയല്ല, അതിൻ്റെ ബാക്കിലത്തെ ചില്ലുകുപ്പി. ഞാൻ ഈ റൂമിലേക്ക് മാറിയ സമയത്ത് എനിക്ക് എവിടെ നിന്നോ കിട്ടിയതാണ് ഈ കുപ്പി. ഇതിൻ്റെ അകത്താണെങ്കിൽ ഒരു ഷിപ്പും ഉണ്ട്. ഇനി നമുക്ക് നമ്മുടെ റൂമിലേക്ക് പോവാം. റൂം തുറന്നു കഴിയുമ്പോൾ ഈ ഒരു വ്യൂ ആണുള്ളത്. ഒരു റൂമിലാണെങ്കിൽ 3 പേരാണ് ഉണ്ടാവുക. അപ്പോൾ ഓരോ സ്റ്റുഡൻറ്റിനും ഒരു അലമാര ഉണ്ടാവും, ഒരു കട്ടിലുണ്ടാവും, ഒരു മേശ ഉണ്ടാവും, ഒരു ചെയർ, പിന്നെ ഇങ്ങനെ ഒരു ചെറിയൊരു കുഞ്ഞു മേശ ഉണ്ടാവും. ആ കാണുന്നതും ഇതും എൻ്റെ റൂംമേറ്റ്സിൻ്റെ കട്ടിലാണ്. അവർ പുറത്തു പോയേക്കുവാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഏരിയ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് റൂമിലേക്ക് കയറി വരുമ്പോൾ തന്നെ ആദ്യം കാണുന്ന ഒരു കലണ്ടറാണ്. ഈ കലണ്ടറിലാണ് ഞാൻ എൻ്റെ ക്ലാസ്സിൻ്റെ കാര്യങ്ങളും പിന്നെ ജിമ്മിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്നത് ഈ കലണ്ടറിലാണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ വൈറ്റ് കോട്ടും പിന്നെ ഞാൻ ക്ലാസ്സിൽ പോയിട്ട് വരുന്ന ഡ്രസ്സൊക്കെ ഇടുന്നത് ഇവിടെയാണ്. ഇതാണ് എൻ്റെ ടേബിള്. ഇവിടെയാണ് എൻ്റെ 4th ഇയറിലെയും 3rd ഇയറിലെയും ബുക്സ് ഇരിക്കുന്നത്. പിന്നെ ഇത് സാധാരണ ബുക്സ്, ഇയർ ബുക്കും കാര്യങ്ങളൊക്കെ അല്ലാതെ വായിക്കുന്ന ബുക്കുകളില്ലേ, അതൊക്കെയാണ് ഞാൻ ഇവിടെ വെച്ചേക്കുന്നത്. അതിൻ്റെ മുകളിലുള്ള ഇതാണ് എൻ്റെ പെൻസിൽ ബോക്സ്. ഈ ബുക്സാണ് എൻ്റെ റെക്കോർഡും ലോഗ് ബുക്കും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നത്. പിന്നെ ഇതാ ചില്ലറ ഞാൻ നോട്ട്സൊക്കെ എഴുതുന്ന ബുക്കാണ് ഇരിക്കുന്നത്. പിന്നെ ഇതാണ് എൻ്റെ ടേബിൾ ലാമ്പ്. നമ്മൾ രാത്രിയൊക്കെ പഠിക്കുകയാണെങ്കിൽ നമ്മുടെ റൂംമേറ്റ്സിന് ഡിസ്റ്റർബൻസ് ആവില്ലല്ലോ നമുക്ക് ടേബിൾ ലാമ്പ് ഉണ്ടെങ്കിൽ. പിന്നെ ഈ കാണുന്നതാണ് എൻ്റെ ട്രൈപോഡ്. ഞാൻ അത്യാവശ്യം വീഡിയോസൊക്കെ എടുക്കുന്ന ഈ ട്രൈപോഡ് വെച്ചിട്ടാണ്. പിന്നെ എല്ലാവരും ചോദിക്കുന്നൊരു കാര്യമാണ്, ഈ പടം വരച്ച ആരാന്ന്. ഇത് ഞാൻ വരച്ച പടമല്ല, ഇത് മുന്നേ ഈ റൂമിലുണ്ടായിരുന്ന ആരോ വരച്ച പടമാണ്. ആദ്യം ഈ അലമാര ഇങ്ങോട്ട് ഇവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ ഈ റൂമിലേക്ക് മാറിയപ്പോൾ എൻ്റെ കട്ടിൽ ഞാൻ ഈ പടത്തിന് നേരാക്കി ഇട്ടതാണ്. പിന്നെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനൊരു ഞാൻ സ്റ്റാൻഡ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെ ഞാൻ ആദ്യം ഡ്രസ്സ് തൂക്കിയിടാൻ വേണ്ടി ഉണ്ടാക്കിയാണ്. പിന്നീട് ഞാൻ ഇപ്പോൾ ഈ ട്രോഫിയും ഈ മൊമെൻറ്റോയും കാര്യങ്ങളൊക്കെയാണ് വെച്ചേക്കുന്നത്. ഇവിടെ എൻ്റെ ഒരു ക്ലോക്ക് ഉണ്ട്. പിന്നെ ഇവിടെ 2 റുബിക്സ് ക്യൂബ് ഉണ്ട്. റുബിക്സ് ക്യൂബ് 5x5ഉം ഇത് 3x3ഉം. പിന്നെ ഇതെൻ്റെ റൂംമേറ്റിന് കിട്ടിയ ട്രോഫിയാണ്. ഇത് എൻ്റെ ബാച്ചിൻ്റെ വോളിബോളിൻ്റെ ട്രോഫി. ഇതും ബാച്ചിൻ്റെയാണ്. ഇത് നമ്മൾ ഒരു ക്ലീനിങ്ങിൻ്റെ ഒരു ഇതിന് പോയപ്പോൾ അന്ന് ഞങ്ങളുടെ ബാച്ചിന് കിട്ടിയ ഒരു മൊമെൻറ്റോ ആണത്. പിന്നെ ഇതെൻ്റെ ഒരു ഫ്രണ്ട് മണാലി പോയി വന്നപ്പോൾ തന്ന ഗിഫ്റ്റാണ്. സനയ മണാലി പോയി വന്നപ്പോൾ തന്ന ഒരു ഗിഫ്റ്റാണത്. ഇനി ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ബാഗുണ്ട്. അതിൻ്റെ അകത്ത് എൻ്റെ OT ഡ്രസ്സാണ്. അതായത് ഓപ്പറേഷൻ തിയേറ്ററിൽ ഉപയോഗിക്കുന്ന സ്ക്രബ്സ് ഇല്ലേ, ഗ്രീൻ സ്ക്രബ്സ്, അതാണ് ഇതിൻ്റെ അകത്തുള്ളത്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഈ ടേബിളുണ്ട്. ഈ ഫാൻ ഞാൻ സ്വന്തമായിട്ട് വേറെ വാങ്ങിച്ചതാണ്. പിന്നെ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നൊരു ബുക്കുണ്ട് ഇവിടെ, ഹൗസ് ഓഫ് കാർഡ്സ്. ഈ ടേബിളിൻ്റെ അകത്തേക്ക് വരുമ്പോൾ അത്യാവശ്യം ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ വെക്കുന്നത് ഞാൻ ഈ ടേബിളിൻ്റെ അകത്താണ്. ഇതിലെൻ്റെ വാച്ചുണ്ട്, എൻ്റെ മൈക്കിലെ ബാറ്ററി ഉണ്ട്, അത്യാവശ്യം അങ്ങനെ അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത്യാവശ്യം ചാർജറും ഫോൺ പിന്നെ പവർ ബാങ്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിലാണ് വെക്കാറ്. താഴത്തേക്ക് വരുമ്പോൾ അത്യാവശ്യം ചെറിയ റബ്ബർ ബാൻഡ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. പിന്നീടുള്ളത് എൻ്റെ അലമാരയാണ്. അലമാര എന്ന് പറയുമ്പോൾ 3 പേർക്കും 3 അലമാര ഉണ്ടാവും. അലമാരേൻ്റെ അവിടെയാണ് ID കാർഡ് തൂക്കിയിടാറ്. പിന്നെ ഇതാണ് എൻ്റെ അലമാര. അലമാരയിൽ ഞാൻ കീ ചെയിനൊക്കെ ഇട്ടിട്ടുണ്ട്. അലമാരൻ്റെ അകത്തേക്ക് നോക്കുമ്പോൾ ഇതാണ് എൻ്റെ അലമാരൻ്റെ ഒരു അകത്ത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം മെയിനായിട്ട് പുറത്തൊക്കെ പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സാണ് ഞാനിവിടെ ഇടുക. അതായത് ഹാങ്കറിൽ ഇങ്ങനെ ഇട്ടേക്കും. പിന്നെ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെൻ്റെ മെഡിക്കൽ കിറ്റാണ്. ഈ കിറ്റിൻ്റെ അകത്താണ് ഏകദേശം മരുന്നുകളും കാര്യങ്ങളൊക്കെ ഞാൻ വെച്ചിട്ടുള്ളത്. എനിക്കങ്ങനെ ഒരു മെഡിക്കൽ കിറ്റുണ്ട്. പിന്നെ എൻ്റെ സ്റ്റെത്തും സാനിറ്റൈസറും ബാൻഡേജും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഞാൻ വെക്കുന്നത് ഇതിൻ്റെ അകത്താണ്. പിന്നെ സ്റ്റെത്തിൻ്റെ കാര്യം പറയുവാണെങ്കിൽ എൻ്റെ അടുത്ത് 2 സ്റ്റെത്താണുള്ളത്. ഒരു ലിറ്റ്മാനുണ്ട്, പിന്നെ ഒരു കുറഞ്ഞ വിലേൻ്റെ ഒരു സ്റ്റെത്തും ഉണ്ട്. ഫസ്റ്റ് ഇയറിൽ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഇയറിൽ സ്റ്റെത്തിൻ്റെ ആവശ്യം വളരെ കുറവാണ്. ആകെ BP നോക്കാൻ മാത്രമൊക്കെയാണ് നമ്മൾ സ്റ്റെത്ത് ഉപയോഗിക്കുന്നത്. പിന്നെ സെക്കൻഡ് ഇയർ 3rd ഇയർ ഒക്കെ ആകുമ്പോൾ നമുക്ക് പോസ്റ്റിങ്ങും വാർഡിലെ പോസ്റ്റിങ്ങൊക്കെ തുടങ്ങും. അപ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ടൊരു സാധനമാണ് സ്റ്റെത്ത്. പിന്നെ ലിറ്റ്മാൻ്റെ ആവശ്യം സത്യം പറഞ്ഞാൽ ഒരു 3rd ഇയർ വരെ ഉണ്ടാവില്ല. കാരണം ലിറ്റ്മാൻ ഒരു 4th ഇയർ അല്ലെങ്കിൽ ഹൗസ് റെസിഡൻസി ടൈമിലൊക്കെ മാത്രമേ വേണ്ടി വരുള്ളൂ. അല്ലാത്ത പക്ഷം നമുക്ക് ഈ കുറഞ്ഞ വിലയുടെ സ്റ്റെത്ത് വെച്ചിട്ട് തന്നെ എക്സാമിനേഷൻ ചെയ്യാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് ഇതാണ്. ഇത് ENTയിൽ നമുക്ക് എക്സാമിനേഷൻ ചെയ്യുന്ന ഒരു സാധനമാണ്, ഹെഡ് മിറർ.
പിന്നുള്ളത് സീനസ് കിറ്റാണ്. സീനസ് കിറ്റിലെ മൊത്തം സാധനങ്ങൾ എൻ്റെ അടുത്തില്ല. എൻ്റെ അടുത്ത് ആകെ നീ ഹാമറും പിന്നെ ട്യൂണിംഗ് ഫോർക്കും മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് നീ ഹാമർ നിങ്ങൾക്ക് അറിയാം. ഇപ്പോൾ നീറ്റിൻ്റെ സമയത്ത് തന്നെ എല്ലാവർക്കും അറിയായിരിക്കും. റിഫ്ലെക്സ് നോക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് നീ ഹാമർ. പിന്നുള്ളത് ട്യൂണിംഗ് ഫോർക്കാണ്. ട്യൂണിംഗ് ഫോർക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് ENT ഇയർ എക്സാമിനേഷൻ, നമുക്ക് ഹിയറിംഗ് ലോസ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇത്. അതൊക്കെ ഞാൻ വെക്കുന്നത് ഇതിൻ്റെ അകത്താണ്. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് പോകുമ്പോൾ എൻ്റെ ഓട്സ്, പ്രോട്ടീൻ പൗഡർ, ഷെയ്ക്കർ, പാത്രങ്ങളും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ല, ചായ കുടിക്കുന്ന കപ്പ് എല്ലാം ഞാൻ ഇതിൻ്റെ മുകളിലാണ് വെച്ചേക്കുന്നത്. പിന്നെ ഇവിടെ സ്കിപ്പിംഗ് റോപ്പ് ഉണ്ട്. എൻ്റെ സ്കിപ്പിംഗ് റോപ്പാണിത്. പിന്നെ ഇതിൻ്റെ താഴത്തേക്ക് വരുമ്പോൾ ഞാൻ എൻ്റെ ഹോസ്റ്റലിൽ ഇടുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇല്ലേ, ഇവിടെ അത്യാവശ്യം ഇടുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇവിടെ വെച്ചേക്കുന്നത്. പിന്നെ ഇതിൻ്റെ താഴത്തേക്ക് പോകുമ്പോഴാണ് എൻ്റെ ബ്രഷ്, പേസ്റ്റ്, അലക്കുന്ന സാധനങ്ങൾ, ഹാൻഡ് വാഷ്, പിന്നെ പാത്രം കഴുകുന്ന സ്ക്രബും കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്നത് ഈ ഒരു ഭാഗത്താണ്. ഏറ്റവും താഴത്തേലാണ് ഞാൻ എൻ്റെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വെക്കുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എൻ്റെ അലമാരേൻ്റെ അകത്തുള്ളത്. ഇനിയിപ്പോൾ അലമാരയുടെ മുകളിലാണ് ഞാൻ എൻ്റെ വലിയ ലഗേജ്, അതായത് ഞാൻ വന്ന സമയത്ത് ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നത് എൻ്റെ ഒരു വലിയൊരു ട്രോളി ബാഗിലായിരുന്നു. ഈ കാണുന്നതാണ് എൻ്റെ ഫസ്റ്റ് ഇയറിലെ ബുക്ക്, ആ കാണുന്നതാണ് എൻ്റെ സെക്കൻഡ് ഇയറിലെ ബുക്ക്. എൻ്റെ അടുത്ത് കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടാ ഒരു ബുക്ക് എടുത്ത് കാണിച്ചു തരാമോയെന്ന്. ഇതാണ് MBBSലെ ബുക്ക്, അതായത് അനാട്ടമീൻ്റെ ഒരു ബുക്കാണിത്. ഇതിലിപ്പോൾ അപ്പർ ലിമ്പും കാര്യങ്ങളൊക്കെയാണ്, കണ്ടോ, ഇങ്ങനെയായിരിക്കും അനാട്ടമീൻ്റെ ബുക്ക് ഉണ്ടാവുക. പിന്നെ ഇവിടെ ഞാൻ ഫസ്റ്റ് ഇയറിൽ കൊണ്ടുവന്ന ഡമ്പലാണ്, ഞാനിപ്പോൾ ഉപയോഗിക്കാറില്ല. 2.5 kg ഒരു ഡമ്പലുണ്ട് ഇവിടെ. പിന്നെ ആ കാണുന്ന വെള്ള ബോക്സിൽ കാണുന്നതാണ് എൻ്റെ ക്ലാസ്മേറ്റ് വിശാൽ എനിക്ക് രാജസ്ഥാനിൽ നിന്ന് വന്നപ്പോൾ, അവൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നൊരു ഗിഫ്റ്റാണ്, അത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ഫ്രണ്ട് രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്ന ഗിഫ്റ്റ്. ഇത് മറ്റേ രാജസ്ഥാനികൾ തലയിൽ വെക്കുന്ന തൊപ്പിയില്ലേ, അതാണ് ഈ സാധനം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഗിഫ്റ്റ് ഇതായിരുന്നു കേട്ടോ. ഇവിടെ ആയിട്ടൊരു കണ്ണാടി തൂക്കിയിട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്നൊരു പുറത്തേക്കുള്ള വ്യൂ ഞാൻ കാണിച്ചു തരാം. ഞങ്ങളാണെങ്കിൽ ഇവിടെയും നെറ്റ് അടിച്ചേക്കുവാണ്, അതായത് കൊതുകൊന്നും കയറാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ നെറ്റ് അടിച്ചേക്കുവാണ്. ഇവിടുത്തെ വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെയാണ് ജിമ്മ് വരുന്നത്. അത്യാവശ്യം ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ജിമ്മും നമ്മുടെ കോളേജിൻ്റെ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. നമ്മൾ ഈ റൂമിലേക്ക് മാറുന്ന സമയത്ത് ഇവിടെ ഈ മതിലിലാണെങ്കിൽ പെയിൻറ്റ് കുറച്ച് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ റൂംമേറ്റും കൂടി അടിച്ച പെയിൻ്റാണത്. സംഭവം കുറച്ച് ഫ്ലോപ്പായി പോയി. ഇനി ഞാൻ എൻ്റെ റൂമിനടുത്തുള്ള എൻ്റെ ഫ്രണ്ടിൻ്റെ റൂം കാണിച്ചു തരാം. അവിടെയും ഒരു റൂമിൽ 3 പേരാണ് ഉണ്ടാവുക. എല്ലാ റൂമിലും കട്ടിലിൻ്റെയും അലമാരേൻ്റെയും മേശേൻ്റെയും ഒക്കെ അറേഞ്ച്മെൻ്റ് ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നെ എൻ്റെ റൂമിലെ പോലെ ഇവിടെയും കുറേ ചിത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എൻ്റെ ഹോസ്റ്റൽ റൂമിലുള്ളത്. ഞാൻ ഏകദേശം എല്ലാം കാണിച്ചു എന്നാണ് കരുതുന്നത്. നിങ്ങൾക്ക് MBBSനെ കുറിച്ചോ നീറ്റിനെ കുറിച്ചോ നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ കമൻറ്റായിട്ട് ഇടാവുന്നതാണ്. അതേപോലെ തന്നെ ഇൻസ്റ്റാ ID ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് അതിൽ DM ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും ബൈ ഫോർ നൗ.